ഇത് ആദ്യമായല്ല കേട്ടോ പെരിഞ്ഞനത്തെ സെയിൻസ് ഹോട്ടലിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉയരുന്നത്. 6 മാസം മുൻപും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായി. ലൈസൻസ് ഇല്ലാതെയാണ് ഹോട്ടലിന്റെ പ്രവർത്തനവും എന്നതുമാണ് ഞെട്ടിക്കുന്നത്. വിശന്നു വരുന്നവന് മുൻപിലേക്ക് ഇതാദ്യമായല്ല സെയിൻസ് ഹോട്ടൽ വിഷം വിളമ്പുന്നത്. 6 മാസം മുൻപ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് അസ്വസ്ഥതയുണ്ടായി. അന്ന് 2 പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. പരാതി ഉയർന്നതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി പിഴ ഈടാക്കി ഹോട്ടൽ അടപ്പിച്ചു. മിനിഞ്ഞാന്ന് 9:30-ക്കാണ് ഞാൻ അറിഞ്ഞത് സംഭവം. അപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ടായി, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ആയിട്ട് നമ്മൾ പോയി അവിടെ ചെന്ന് കണ്ട്. അവർ നമ്മൾക്കൊന്നും ഭക്ഷണ സാധനങ്ങളിൽ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷെ അവർ അന്നേക്കുള്ള ഭക്ഷണമൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അത് അടപ്പിച്ചു. നടപടികൾക്ക് ശേഷം ഹോട്ടൽ തുറന്നപ്പോഴും ശുദ്ധമായ ഭക്ഷണം നൽകാൻ ഹോട്ടൽ അധികൃതർ ശ്രദ്ധിച്ചില്ല. ഉസൈബയുടെ ജീവനെടുത്തതും അതാണ്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ ഫലം വന്നാലേ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. വൃത്തിഹീനമായ സാഹചര്യത്തിലും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കാതെയും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരം ദുരന്തങ്ങളിലേക്ക് വഴിവെക്കും. ലൈസൻസ് പോലും ഇല്ലാതെയാണ് സെയിൻസ് ഹോട്ടലിന്റെ പ്രവർത്തനം. കഴിഞ്ഞ മാസം വരെ പ്രവർത്തിച്ചത് കാറളം സ്വദേശി ഷിയാസിന്റെ ലൈസൻസിലായിരുന്നു. കഴിഞ്ഞ മാസം ലൈസൻസ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് വീണ്ടും അപേക്ഷ നൽകി. ഇപ്പോഴത്തെ നടത്തിപ്പുകാരനായ റഫീഖ് കഴിഞ്ഞ മാസം 4-ന് അപേക്ഷ നൽകിയെങ്കിലും ലൈസൻസ് ലഭിച്ചിരുന്നില്ല. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയും നിരന്തരം പരാതികളും ഉയരുന്നതിനാൽ ഹോട്ടലിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജനപ്രതിനിധികളും പറയുന്നു. ഇതിപ്പോൾ നമ്മൾ നിയമ നടപടിയിൽ കർശനമായിട്ട് നമ്മൾ നോക്കും. എന്താണ് നിയമത്തിൽ പറയുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ഉറപ്പായിട്ടും നമുക്ക് അക്കാര്യത്തിൽ ഉള്ള നടപടി നേരത്തെ ചെയ്ത് ഇപ്പോൾ അത് ഉണ്ടായ ഉടനെ തന്നെ പഞ്ചായത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് ഇടപെട്ട് അവിടെ ചെന്നു, അതുപോലുള്ള പരിശോധന ഒക്കെ നടത്തി വേണ്ട ഏർപ്പാട് ചെയ്തു, അത് അടച്ചു ഒക്കെ ചെയ്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും കാര്യക്ഷമമായ റെയ്ഡും പരിശോധനയും നടത്താത്തതാണ് ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണം ആവർത്തിക്കാൻ കാരണം. ഉസൈബയെ പോലുള്ളവരുടെ ജീവൻ നഷ്ടമാകുമ്പോൾ മാത്രം പോരാ പരിശോധനയും നടപടികളും. കൃത്യവും കർക്കശവുമായ പരിശോധനകൾ വേണം. മഴക്കാലമാണ് വരുന്നത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന കാലം. ശുദ്ധമായ ഭക്ഷണം വിളമ്പിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ജെയ്സൺ, ഇത് എന്താണ് സംഭവിക്കുന്നത്? 6 മാസം മുൻപ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ആരോപണം ഉയർന്ന ഒരു ഹോട്ടലാണ്. അവിടെ നിന്ന് വീണ്ടും ഭക്ഷണം കഴിച്ച്, അതായത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഇത്രകാലം ഈ ഹോട്ടലിന് പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരു ജീവൻ പൊലിയുമ്പോഴാണ് ഇപ്പോഴും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതാണ് ഏറ്റവും ഭയാനകം. വിനീത, ഏറ്റവും അതിനേക്കാളേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ നാട്ടിൽ ഏറ്റവും പ്രസിദ്ധമായ ഹോട്ടലാണ്. നാം അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു കേട്ടത് ഏകദേശം 1.5 മണിക്കൂറിലധികം കാത്തു നിന്നാൽ മാത്രമേ അവിടെ നിന്ന് ഭക്ഷണം പോലും ലഭിക്കൂ. അത്രയേറെ തിരക്കുള്ള ഒരു ഹോട്ടലിലാണ് ഇത്രയും ഭീകരമായ രീതിയിലുള്ള ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്ന് നാം ഓർക്കണം. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ ഹോട്ടലിനെതിരെ നിരന്തരമായ പരാതികൾ ഉണ്ടായിരുന്നു. ഒരു തവണ പൂട്ടിച്ചു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആളുകൾ അങ്ങോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിചിത്രമായ ഒരു കാര്യം. ഇത്തരത്തിലാണ് കഴിഞ്ഞ ശനിയാഴ്ച അവിടെ കുഴിമന്തി വാങ്ങിയ 124 പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. അതിൽ 47 പേർ ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. ഒരാൾ ICUവിലാണ്. ഇത് ഇന്ന് മരിച്ച സ്ത്രീ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു സ്ത്രീയാണ്. അവരുടെ സഹോദരിയും അതുപോലെ തന്നെ വീട്ടുകാരൊക്കെ വന്നപ്പോൾ ഒരു സന്തോഷത്തിനായിട്ടൊരു കുഴിമന്തിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കഴിച്ച് ആ രാത്രിയോടുകൂടി കഴിച്ചു. പിറ്റേ ദിവസം പുലർച്ചയോടുകൂടി തന്നെ സഹോദരിക്കും അവരുടെ മക്കൾക്കും ശാരീരിക പ്രശ്നങ്ങളുണ്ടായി. അവരെ ആശുപത്രിയിൽ പ്രവേശിച്ചു. ഇപ്പോഴും അവർ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. അതേസമയം ഇവർക്ക് അന്ന് വലിയ കാര്യമായ പ്രശ്നങ്ങളുണ്ടായില്ല. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഉടനെ തന്നെ പെരിഞ്ഞനത്തെ ഒരു ആശുപത്രിയിലേക്ക് സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീട് ഇരിഞ്ഞാലക്കുടയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടും ശരിയാവാതായപ്പോഴാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. അതിനേക്കാൾ ഏറെ ഗുരുതരമായ മറ്റൊരു വീഴ്ച എന്ന് പറയുന്നത്, ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച ഒരു സ്ത്രീയെ പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ തൃശൂർ മെഡിക്കൽ കോളേജ് അധികൃതർ വീട്ടുകാർക്ക്, അതായത് കുടുംബക്കാർക്ക് മൃതദേഹം കൈമാറി എന്നതാണ് അതിനേക്കാൾ ഗുരുതരമായ, അതുപോലെ തന്നെ ഗുരുതരമായ ഒരു പ്രശ്നം. പിന്നീട് ഇവർ വീട്ടിൽ കൊണ്ടുപോയി മൃതദേഹം വെക്കുന്നു. പിന്നീട് പോലീസ് എത്തുന്നു. പോലീസ് എത്തിയപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ വരുന്നത്. അതിന് ഒരുപക്ഷെ അവർ അപ്പോഴേക്കും മറവ് ചെയ്യുമായിരുന്നു. പക്ഷെ പോലീസ് ഇടപെടുന്നു. വീട്ടിൽ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നു. പിന്നീട് വീണ്ടും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ
കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ പല രീതിയിലുള്ള നിയമപ്രശ്നങ്ങളും നിയമലംഘനങ്ങളും അതോടൊപ്പം തന്നെ ശരി. ശ്രദ്ധയില്ലായ്മയും കെടുകാര്യസ്ഥതയ്ക്ക് വലിയ ഉദാഹരണമായി മാറുകയാണ് ഇന്ന് പുലർച്ചെ മരിച്ച ഉസൈബയുടെ സാഹചര്യം എന്ന് നമുക്ക് പറയേണ്ടി വരും വിനീത. ഏതായാലും കർശന നടപടികൾ ഉണ്ടായേ മതിയാകൂ എന്നതിലേക്ക് തന്നെയാണ് ഈ തൃശ്ശൂരിലെ സംഭവം വിരൽ ചൂണ്ടുന്നത്. മയോണൈസ് തന്നെയാണ് വില്ലനായത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഴിമന്തിയാണ് അവർ കഴിച്ചത്. അതിൽ നിന്നും ഉണ്ടായ ഭക്ഷ്യവിഷബാധ തന്നെയാണ് മരണത്തിന് ഇടയാക്കിയത് എന്നാണ് ജെയ്സൺ റിപ്പോർട്ട് ചെയ്യുന്നതും.